ഇടയ്ക്കുന്നവർക്ക് നല്ലതല്ലേ? മെയിൻ റീസൺ നീക്കുന്നത് ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. സുരേഷ് ഗോപി സാറിന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി. ഇടയ്ക്കുന്നവർക്ക് നല്ലതല്ലേ? ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജിത് ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളി അങ്കിളിന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞോട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിന്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം നല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് വിചാരിച്ചു. ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് നേരത്തെ ചെയ്ത് ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് സിനിമ. ഒരു സെക്കൻഡ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ 1 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ മെയിൻ റീസൺ നീക്കുന്നത് ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ, എല്ലാവർക്കും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയുക, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു 100 crore ക്ലബിൽ കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷ് ചേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ചേട്ടനുമായിട്ടാണ്. അഭിലാഷ് ചേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്ന് 10ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പൊ ശിവതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോട്ടെ, അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.